എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം, വർഷത്തിൽ 6000 രൂപ വീതം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന വലിയൊരു കർഷക ധനസഹായ പദ്ധതിയാണ് PM കിസാൻ നിധി. കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡുവിന്റെ വിതരണം പതിവില്ലാതെ നീണ്ടുപോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പദ്ധതിയിൽ ചിലർക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം പറ്റുമ്പോൾ തന്നെ ആദായ നികുതി കൂടി അടയ്ക്കുന്നവർക്കാണ് നിങ്ങൾ ആനുകൂല്യത്തിന് അനർഹരെന്നും ലഭിച്ച തുക തിരികെ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ലഭിക്കുന്നത്. ആധാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നവരുടെ ആദായ നികുതി അടയ്ക്കുന്നവരെ കണ്ടെത്തുവാൻ കേന്ദ്ര സർക്കാർ എളുപ്പത്തിൽ ഇപ്പോൾ സാധിക്കുന്നത്. വലിയ തുകകൾ വായ്പ ലഭിക്കുന്നതിനും മറ്റുമായി കഴിഞ്ഞ 3 വർഷത്തെ ആദായ നികുതി അടച്ചതിൻ്റെ കോപ്പിയൊക്കെ ധനകാര്യ സ്ഥാപനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പതിവായതുകൊണ്ട് തന്നെ ആദായ നികുതി അടയ്ക്കുന്ന കർഷകരുമുണ്ട്. എങ്ങനെയായാലും സാധാരണ കർഷകർക്കായുള്ള ഈ കേന്ദ്ര സർക്കാർ ആനുകൂല്യത്തിന് ആദായ നികുതി അടയ്ക്കുന്നവര് അനർഹർ തന്നെയാണെന്ന വസ്തുത ഇതോടൊപ്പം തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കാത്ത കുറച്ച് വിഭാഗങ്ങളെ കൂടി സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരായിട്ടുള്ളവർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഇത്തരക്കാരാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്ന് 10,000 രൂപയോ അതിനു മുകളിലുള്ള സർവീസ് പെൻഷനോ കൈപ്പറ്റുന്നവർക്കും കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. അതുപോലെ നിങ്ങളുടെ റേഷൻ കാർഡിൽ പേരുള്ളവർ പ്രൊഫഷണൽ യോഗ്യതയുള്ളവരാണ് എങ്കിൽ, അതായത് ഡോക്ടർ, എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലുള്ള മറ്റ് പ്രൊഫഷണൽ യോഗ്യതയുള്ളവരാണ് എങ്കിൽ ഈ ഒരു ആനുകൂല്യത്തിന് അയോഗ്യത ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർ, കൂടാതെ MP-മാർ, MLA-മാർ, മന്ത്രിമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള വിവിധ പദവികൾ അലങ്കരിക്കുന്നവർക്കും ഇതിലേക്കുള്ള അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതല്ല. കാരണം രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് മാത്രമാണ് ഈ ഒരു വരുമാന പിന്തുണ നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതി കൂടിയാണ്. അതിനാൽ അനർഹരായിട്ടുള്ളവർ തുക തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ അനർഹരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നവർക്ക് പദ്ധതിയിൽ നിന്ന് സ്വമേധയാ മാറുന്നതിന് കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അംഗത്വം സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നോട്ടീസ് കിട്ടുന്നതിന് മുമ്പേ അതിലൂടെ പുറത്തു പോകുന്നവർക്ക് തുക തിരിച്ചു നൽകേണ്ടി വരുവാൻ സാധ്യത വിരളമാണ്. കർഷകരെല്ലാം തന്നെ കാത്തിരിക്കുന്ന 20ാമത്തെ ഗഡുവിൻ്റെ വിതരണം നീണ്ടുപോവുകയാണ്. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 4 മാസത്തെ ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. പൊതുവെ 3 മാസത്തിൽ, അതായത് ജൂൺ മാസത്തിൽ എത്തേണ്ട തുക ജൂലൈ മാസത്തിൻ്റെ പകുതിയായിട്ടും വന്നിട്ടില്ല. ജൂലൈ 18-ന് ബീഹാറിൽ പ്രധാനമന്ത്രിക്ക് ഒരു പരിപാടി ഉണ്ടെന്നും അന്ന് തുക വിതരണം നടക്കേണ്ടതെന്നും നേരത്തെ തന്നെ ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നു എങ്കിലും അത് യാഥാർത്ഥ്യമായില്ല. 4ാം ഗഡുവിൻ്റെ കാലാവധി തീരുന്ന ജൂലൈ 31-ന് മുമ്പായിട്ട് തന്നെ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ അടുത്ത ആഴ്ച വിതരണ അറിയിപ്പ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിസാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള വരും ദിവസങ്ങളിലെ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ വിവരം ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.